ആദ്യം തന്നെ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോടെല്ലാം ഒരു വലിയ സോറി. കുറെ അധികം വയ്യാഴികകളുടെ നടുക്കായിരുന്നു കേട്ടോ. എല്ലാം പയ്യെ മാറി വരുന്നതേ ഉള്ളൂ. അപ്പം ഇതുവരെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരെ മുന്നിലും ഒപ്പം ഉണ്ടാവണേ. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ശ്വാസം കിട്ടാതെ കണ്ണു തള്ളുമ്പോഴും ദേവകിക്ക് അയാളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ചുവരിലേക്ക് അമർത്തുന്നതിനോടൊപ്പം അയാളുടെ ദേഷ്യം തീരാതെ അവരുടെ കയ്യും പിടിച്ച് ഞെരിച്ചു അയാൾ. അവസാന ശ്വാസം നിന്ന് അവര് മുകളിലേക്ക് മിഴിയുന്നെന്ന് കണ്ടാണ് അയാൾ ആ കയ്യ് പിൻവലിച്ചത്. എടി നശിച്ചവളെ, നിന്നെയുണ്ടല്ലോ, നിന്നെയൊക്കെ എന്താ വേണ്ടത്? നിന്നെ പോലൊരു വൃത്തികെട്ടതിനെ കൈവച്ച് ജയിലിൽ പോകാൻ വയ്യെനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കൈയിപ്പോ എടുക്കുന്നത്. അവർ അയാൾ പിടിച്ച് തൊണ്ടയിൽ പിടിച്ചുകൊണ്ട് തടവി ശ്വാസം നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നീ കൂടുതൽ നെഗളിക്കണ്ട. മിക്കവാറും എന്റെ കൈകൊണ്ടായിരിക്കും എല്ലാം. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ദേഷ്യത്തിലും വാശിയിലും അമറിക്കാണ്ട് അയാൾ വീണ്ടും അവരുടെ അടുക്കേക്ക് ചെന്നതും അവര് കുഴഞ്ഞ നിലത്തേക്കിരുന്നു പോയി. അല്പം ഒന്ന് ശ്വാസം എടുക്കാറായതും അവർ സൈഡിലിരുന്ന് ജഗ്ഗിലേക്ക് മെല്ലെ കൈനീട്ടി. അത് കണ്ടതുമല്ല അയാൾ ആ ജഗ്ഗിന്റെ മൂടി തുറന്ന് അവരുടെ തലയിലൂടെ തന്നെ ആ വെള്ളം കോരിയൊഴിച്ചു. ഇതുപോലെ നിന്റെ അവസാന കർമ്മവും ചെയ്യാൻ എനിക്കറിയാം, കേട്ടോടി. ദേഷ്യത്തിൽ അവരുടെ കവിളില് ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ എന്തിനെന്നറിയാത്ത ദ്രോഹത്തിന്റെ കാരണം തിരകിയായിരുന്നു അവരുടെ മനസ്സ്. എന്താടി, നീ നോക്കി പേടിപ്പിക്കുകയാണോ എന്നെ? അവരുടെ മുടിയാകെ കുത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചോദ്യത്തിൽ അയാൾ ഒരു രാക്ഷസനായി മാറിപ്പോയി ആ നിമിഷം. നീ ഒറ്റയൊരുത്തി കാരണം ഞാനും എന്റെ കമ്പനിയും നശിക്കും. അവരെ ചുവരിലേക്ക് തള്ളിക്കൊണ്ടയാൾ കട്ടിലിരുന്ന ബെൽറ്റ് പിന്നെയും കയ്യിൽ ചുരുട്ടിയെടുത്തു. അത് കണ്ടതും ആ നേരം അത്രയും ഇല്ലാതിരുന്നൊരു ഭയം അവരിൽ ഞൊടിയെയാണ് പെട്ടെന്നുയർന്നത്. കാരണം അത് വെച്ചുകൊണ്ടുള്ള അടിയിൽ തളർന്നു വീഴുന്നതാണ് അയാളുടെ കണക്ക്. ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ അതൊന്ന് നിന്നിട്ട് പോലും. പണ്ടത്തെ ഓർമ്മകൾ കുലം കുത്തി മനസ്സിലേക്ക് വന്നതും അവരുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഞാൻ എന്താ ചെയ്തേ? നീയോ? നീ എന്താ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു തരാടി. പറയുന്നതിന്റെ ഒപ്പം തന്നെ ആദ്യത്തെ അടി അവരുടെ ചുമലിൽ വീണിരുന്നു. ആ അവരുറക്കം നിലവിളിച്ചതും അവരുടെ അടുത്തിരുന്ന നേരിയത് വലിച്ചു പൊട്ടിച്ച് ആ വായിലേക്ക് തന്നെ അയാൾ കുത്തിക്കയറ്റി. നിന്റെ ശബ്ദം പുറത്ത് കേട്ടേക്കരുത്. ഒന്നുകൂടി അത് വീശി അയാൾ ഒച്ചയെടുത്തതും അവര് അട്ടയെ പോലെ നിലത്തേക്ക് ചുരുണ്ടുപോയി. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ. ഹ, നിന്നെ ഇതല്ലടി ചെയ്യേണ്ടത്. കണ്ട വൃത്തികെട്ടോളമാരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് ഇപ്പൊ നിന്നെ ഞാൻ എന്ത് ചെയ്തെന്നാ? പന്ന. പിന്നെയും പലതവണ അയാളുടെ കയ്യിലിരുന്ന ആയുധം ഉയർന്നു പൊങ്ങി. കരഞ്ഞും നിലവിളിച്ചും ചോര പൊട്ടിയും അവരാ നിലത്ത് പുഴുവിനെ പോലെ പറ്റി ചേർന്നുപോയി. ഓരോ തവണയും അവരെ തല്ലുന്നതിനോടൊപ്പം കേട്ടാലറയ്ക്കുന്ന ചീത്തവാക്കുകൾ കൂടിയായതും അവർക്ക് മരിച്ചു പോയാൽ മതിയെന്നായി. പക്ഷെ അപ്പോഴും താൻ എന്തിനാണ് ഇത്രയും തല്ലുകൾ വാങ്ങിക്കൂട്ടുന്നതെന്നറിയാൻ അവരുടെ മനസ്സ് വെപ്രാളപ്പെട്ടു. അല്പനേരം കഴിഞ്ഞ് അയാളുടെ കൈ വേദനിക്കുന്നു തോന്നിയപ്പോൾ മാത്രം അയാൾ ആ സാധനം മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. കുനിഞ്ഞിരുന്നവരുടെ മുടിയിൽ ആകെ ചുറ്റിപ്പിടിച്ച് മുഖം മാത്രം തന്റെ നേരെയാക്കി. വൈകുണ്ഠം തറവാട്ടിലെ അവകാശി കണ്ട വേലക്കാരിൽ ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെപ്പോലെ സുഖം തേടി പോകുന്നവനായിരുന്നു നിന്റെ മോനെങ്കിൽ ഞാനങ്ങ് കണ്ണടച്ചേനെ. പക്ഷെ അവൻ എന്നെപ്പോലെ അല്ലല്ലോ. അയാളുടെ ചുണ്ടുകൾ പുച്ഛത്തിൽ കൂടി. 2 ദിവസത്തേക്ക് നിന്റെ മോനെ ഞാൻ ഇവിടെ നിന്നും മാറ്റും. ആ സമയം കൊണ്ട് നീ ആ വൃത്തികെട്ടവളെ ഈ വീട്ടിൽ നിന്നും നിന്റെ മോന്റെ മനസ്സിൽ നിന്നും പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും നിനക്ക് മാത്രമാണ്. ഇനി ഒരു തവണ കൂടി എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത്. അങ്ങനെ വന്നാൽ ആ വൃത്തികെട്ടവളെ ഏതെങ്കിലും ചതുപ്പിലായിരിക്കും പിന്നെ കാണാൻ കഴിയുക. വലിയ കാര്യത്തിൽ മോളാണെന്നും പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നടക്കുവല്ലായിരുന്നോ നീ? അവളുടെ വായ്ക്കിരി ഇടണ്ട എന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അവളെയും അവളുടെ അമ്മൂമ്മയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കണം നീ. എന്റെ മകന് പറ്റിയ കുടുംബത്തിൽ നിന്ന് ഞാൻ മരുമകളെ കണ്ടുവച്ചിട്ടുണ്ട്. അവളുമായിട്ടേ അവന്റെ കല്യാണം നടക്കൂ. അതേ നടക്കാൻ പാടുള്ളൂ. അയാൾ അവരുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വേദനയിൽ ഞെരുങ്ങിയവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവസാനായിട്ട് പറയാണ്, ഇതൊരു വട്ടം കൂടി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് നീ. അങ്ങനെ പറയിച്ചാൽ അത് നിന്റെയും അവന്റെയും ഒക്കെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരിക്കും. അറിയാലോ നിനക്കെന്നെ. ഒരിക്കൽ കൂടി അവരെ നിലത്തേക്ക് തള്ളിയിട്ട അയാൾ മുറിയും തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവർ വേദനയിൽ അലറിക്കരഞ്ഞുപോയി. അദ്ദേഹം ആരെപ്പറ്റിയാകും പറഞ്ഞിട്ടുണ്ടാവുക? വേലക്കാരി, അമ്മൂമ്മ, സിദ്ധി,
നേരമേറെ എടുത്തു അയാൾ പറഞ്ഞത് സിദ്ധിയെപ്പറ്റിയാണെന്ന് അവർക്ക് മനസ്സിലാവാൻ. ഞെട്ടിപ്പോയവർ. സിദ്ധിയും വംശിയും. അവർക്ക് തലപെരുത്തു. അവർ രണ്ടും എങ്ങനെ? എപ്പോ? അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നതാണെങ്കിലോ? പക്ഷെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും സംസാരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വെറുതെ ഒരു തെറ്റിദ്ധാരണയല്ലെന്ന് ഉറപ്പാണ്. എന്നാലും സിദ്ധി എങ്ങനെ എന്റെ മോനോട്? അതുവരെ ഇല്ലാതിരുന്നൊരു കോപം അവരുടെ സിരകളിലൂടെ ഒഴുകി സ്ഫോടനം തീർത്തു. കാര്യം അവളെ ഒരു മകളെ പോലെ കൊണ്ടു നടക്കുന്നുവെങ്കിലും തന്റെ മകനെ ആഗ്രഹിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കെന്നുള്ള ചിന്ത അവരെയും വല്ലാതെ ദേഷ്യം കൊള്ളിച്ചു. വെറും ഒരു അടുക്കളക്കാരിക്ക് മോഹിക്കാനുള്ളതാണോ തന്റെ മകനെന്ന അഹന്ത കൂടി എത്തിയതും? അത്രയും വയ്യാഴികളും അവരാ കട്ടിലിൽ പിടിച്ചു കയറിയിരുന്നു. ഒപ്പം എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് അവർ ഫോൺ കയ്യിലെടുത്തു. അപ്പോഴേക്കും പരമേശ്വരന്റെ കാറ് ആ വീടിന്റെ ഗേറ്റ് കടന്നു പോയിരുന്നു. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ് വെളുപ്പിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച പോലെ മകനെയും അവളെയും അടുക്കളയിൽ കാണുന്നത്. ആ നിമിഷം തന്നെ അവനെ പിടിച്ചു മാറ്റി അവളെ തീർക്കാനുള്ള ദേഷ്യം ഉണ്ടായതാണ്. പക്ഷെ സ്വയം നിയന്ത്രിച്ചു. കാരണം മുന്നിലുള്ളത് വംശിയാണ്. അവൻ ഒരു പെണ്ണിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതേത് അർത്ഥത്തിലാകുമെന്ന് അവന്റെ സ്വഭാവം വെച്ച് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി പ്രവർത്തിച്ച് കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അത്രയും ദേഷ്യമുണ്ടായിട്ടും തിരിച്ചു പോന്നത്. അതുകൊണ്ട് മാത്രമാണ് വംശി പോയതിനു ശേഷം അറിയിക്കാൻ കുറുപ്പിനെ പറഞ്ഞേൽപ്പിച്ചത്. കാരണം താൻ ഇത് തന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം തനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഇനി ബാക്കിയൊക്കെ അവര് ചെയ്തോളും. എത്രയൊക്കെ മോളാണെന്ന് പറഞ്ഞവർ ചേർത്തു പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും മകന്റെ കാര്യം വരുമ്പോൾ ദേവകി തീർത്തും സ്വാർത്ഥ തന്നെയാണ്. ആ സ്വാർത്ഥത ഒരിക്കലും ഒരു അടുക്കളക്കാരിയെ പോലുള്ളവളെ മരുമകളാക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ താൻ കണ്ടുവച്ച പെണ്ണിനെ മകനെ കൊണ്ട് കെട്ടിക്കാൻ അവർ ഏത് വിധേനയും ശ്രമിക്കും. അങ്ങനെ ഒരു വിശ്വാസം മനസ്സിലുണ്ട്. എന്നിട്ടും തന്റെ ദേഷ്യം തീരും വരെ അവരെ ഉപദ്രവിച്ചത് വെറുതെ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ അവസ്ഥ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് അവരാ പെണ്ണിന് കൊടുത്ത സ്വാതന്ത്ര്യം ആണെന്നുള്ളത് കൊണ്ടാ. നോക്കട്ടെ ദേവകി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വംശി അറിയാതെ ഈ കളി എങ്ങനെ തീർക്കണമെന്ന് തനിക്കറിയാം. അതും തങ്ങളുടെ സൈഡിൽ അവനെ നിർത്തിക്കൊണ്ട് തന്നെ. വല്ലാത്തൊരു അഹങ്കാരത്തോടെ കണ്ണുകളടച്ച് പരമേശ്വരൻ കാറിന്റെ പിന്നിലേക്ക് ചാഞ്ഞു കിടന്നു. ആകെ മൂടി പിടിച്ചൊരു അന്തരീക്ഷത്തിലേക്കാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ തോന്നിയത്. ഒന്നാമത് മനസ്സിന് സുഖമില്ല. രാവിലെ പോകുമ്പോൾ പോലും രാത്രി തിരിച്ചെത്താമെന്ന് പറഞ്ഞ ആളാണ് കുറച്ചു മുന്നേ വിളിച്ചിട്ട് എറണാകുളത്ത് സ്റ്റക്കായി പോയി മിനിമം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞേ വരാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത്. ദേഷ്യം വരില്ലേ? കുറെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കി കരഞ്ഞു. ഇനി വരുന്നവരെ ഫോൺ വിളിക്കില്ല, മെസ്സേജ് ഇടില്ല എന്നൊക്കെ പറഞ്ഞാണ് വെച്ചത്. അതിൻ്റെ ഇടയിൽ കരഞ്ഞതിന് കുറെ അധികം വഴക്കുകൂടെ പറഞ്ഞതും ആള് ദേഷ്യപ്പെട്ടതിന് ഇനി മേലാൽ വിളിക്കില്ലെന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തു വെച്ചു. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് കയറി വന്നതും വീടിനാകെ വല്ലാത്തൊരു മൂകത പോലെ തോന്നി. സാധാരണ ദേവമ്മ വീട്ടിലുണ്ടെങ്കിൽ ഈ നേരം പുറത്തു കാണേണ്ടതാണ്. അമ്മയെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും വംശിയോടുള്ള ദേഷ്യത്തിൽ അവനെ നോക്കാൻ പോലും നിൽക്കാതെ മുറിയിലേക്ക് കയറിയവൾ കാണുന്നത് കട്ടിലിരിക്കുന്ന ജയയാണ്. ഞെട്ടിക്കൊണ്ടവൾ അവരെ നോക്കി നിന്നുപോയി. നാളുകൾക്ക് ശേഷമാണ് അമ്മയെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ വർഷം കഴിഞ്ഞിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവളുടെ മുഖം വിടരും മുന്നേ തന്നെ അവരുടെ കൈ അവരുടെ കവിളിൽ വീണിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ വിഷം ചീറ്റി അല്ലടി നാശമേ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അടുത്ത കവിളിലും അടി വീണിരുന്നു. എന്താ ജയ നീ കാണിക്കുന്നത്? അവള് കൊച്ചു പെണ്ണല്ലേ, കാര്യം പറഞ്ഞു കൊടുത്താൽ അവൾക്ക് മനസ്സിലാകും. നീ ചുമ്മാ. പറയുന്നതിന്റെ ഒപ്പം തന്നെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ വരുന്നവനെ കണ്ടതും ആ വേദനയിലും അവൾ പിന്നിലേക്ക് തെന്നി മാറി. ചെറിയച്ഛൻ, അമ്മയ്ക്കൊപ്പം ഇയാളും വന്നിട്ടുണ്ടോ? ഭയപ്പാടോടെ അവളുടെ കണ്ണുകൾ ചുറ്റും തിരിയുമ്പോഴാണ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് തളർന്നിരിക്കുന്ന അമ്മമ്മയെ കാണുന്നത്. ഏങ്ങിക്കരയുന്നവരെ കണ്ടതും അവൾ ഓടി അവർക്കരികിലേക്ക് എത്തി. അമ്മമ്മേ, തൊട്ടു പോകരുതെന്നെ. നീ ഇത്രയും വിഷമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെയാടി നീ എന്റെ മോളുടെ കുഞ്ഞായിട്ട് ജനിച്ചത്? അവരുടെ ആ അലർച്ചയിൽ അവൾ ആകെ ഞെട്ടിപ്പോയി. അമ്മമ്മേ, അമ്മമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ചെയ്തതോ? നീ ചെയ്തത് എന്താണെന്ന് നിനക്കറിയില്ല അല്ലേടി? കല്യാണിയമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നവളെ കൈത്തൊടയിൽ പിടിച്ചുയർത്തി ജയ പിന്നെയും അവളെ തല്ലി. ജയെ, നിർത്തിക്കോ. ഞാൻ പറഞ്ഞു എന്റെ മോളെ തല്ലരുതെന്ന്. ഇത്തവണ അവളുടെ ശരീരത്തെ പിടിച്ചമർത്തിക്കൊണ്ടായിരുന്നു ശശിധരന്റെ ദേഷ്യപ്പെടൽ. പുഴുവരിക്കുന്ന പോലെയുള്ള ആ സ്പർശം അറിഞ്ഞതും അവൾ ആ കൈ തട്ടി മാറ്റി. എന്താടി, നിന്റെ അച്ഛനൊന്നും തട്ടപ്പോൾ നിനക്ക് പുഴുവരിച്ചോ? എന്നിട്ട് കണ്ടവന്മാർക്ക് പാവേച്ചു കൊടുത്തപ്പോൾ ഈ പ്രഹസനമൊന്നും ഇല്ലായിരുന്നല്ലോ. ജയയുടെ വായിൽ നിന്ന് അത്രയും അറപ്പുളവാക്കുന്ന വാക്കുകൾ കേട്ടതും
സിദ്ധി ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. അമ്മയാണെന്ന് നോക്കില്ല, വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ. ആത്മാഭിമാനത്തിനേറ്റ അടിയിൽ പെണ്ണുറഞ്ഞു നിന്നു. എന്താടി, സത്യം പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ? എന്ത് സത്യം? നിങ്ങൾ എന്ത് സത്യം പറഞ്ഞെന്നാണ്? അവളുടെ ശബ്ദം വീണ്ടും ഉയർന്നതും ഇത്തവണ അവളെ തിരിച്ചു പിടിച്ച് കവളിൽ ആഞ്ഞടിച്ചത് കല്യാണിയമ്മയാണ്. അടിയേക്കാൾ ഉപരി അവരുടെ ആ പ്രവൃത്തിയിൽ പെണ്ണ് മരവിച്ചുപോയി. അമ്മമ്മേ, നീയും ഇവിടുത്തെ മോനും തമ്മിൽ എന്താടി ബന്ധം? പാതറിക്കൊണ്ടുള്ള വിളിയിൽ അവർ ചോദിച്ച ചോദ്യത്തിൽ പെണ്ണ് മരവിച്ചുപോയി. താനും വിച്ചേട്ടനും എല്ലാരും എല്ലാം അറിഞ്ഞോ? അപ്പൊ ദേവമ്മയും? ഒരു നിമിഷം അവളുടെ ശരീരമാകെ തണുത്തുറഞ്ഞു. പിന്നങ്ങോട്ട് ചോദ്യം ചെയ്യലും പഴിചാരലും ഒക്കെ മുറയ്ക്ക് നടന്നു. ഇതിനിടയിൽ അമ്മമ്മ അവളെ വിളിച്ച് ദേവമ്മയുടെ മുറിയിലേക്ക് പോയി. ആകെ അടികൊണ്ട് ചോരയൊഴുകി കിടക്കുന്ന ദേവമ്മയുടെ ശരീരം കണ്ടതും അവൾ പിടഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. അമ്മേ! പക്ഷെ അവളെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവരാ വേദനയിലും തിരിഞ്ഞു കിടന്നു. അമ്മേ, പ്ലീസ് അമ്മേ, എന്നെ ഒന്ന് നോക്കമ്മേ. ഞാൻ സത്യമായിട്ട് നിങ്ങളെ ആരെയും ചതിച്ചതല്ല. സ്നേഹിച്ചു പോയതാ, ചതിച്ചതല്ല. എന്റെ ദേവമ്മയല്ലേ, എന്നെ ഒന്ന് നോക്ക്. അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഒരു വട്ടം പോലും അവളെ നോക്കാതെ ദേഷ്യം കടിച്ചു പിടിച്ച് കിടക്കുകയായിരുന്നു ദേവമ്മയും. അമ്മേ! അവരുടെ നിർദാക്ഷിണ്യമായ പെരുമാറ്റം അവളെ മറ്റെല്ലാവരുടെയും പെരുമാറ്റത്തിനേക്കാളും കുത്തി നോവിച്ചു. വീട്ടുജോലിക്കാരുടെ കൊച്ചുമകളായിട്ടും മകളെപ്പോലെ സ്നേഹിച്ചവരാണ്. അവരെയാണ് താൻ പറ്റിച്ചതെന്നുള്ള ചിന്ത വന്നിരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല. അമ്മേ, എന്നെ ഒന്ന് നോക്കമ്മേ, എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കമ്മേ. അവരുടെ കാലിൽ പിടിച്ചവൾ കരഞ്ഞതും ദേവമ്മ ചരിഞ്ഞെഴുന്നേറ്റു. ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം നീ. അവരുടെ ആ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പോയി. നിന്നെ വിളിച്ചുകൊണ്ടു പോകാനാ നിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നത്. അവർക്കൊപ്പം പൊക്കോണം നീ. ദേവമ്മേ! ഞെട്ടിക്കൊണ്ട് അവളുടെ കാൽക്കീഴിൽ നിന്നും എഴുന്നേറ്റവൾ. മുന്നിൽ നിൽക്കുന്ന തന്റെ ചെറിയച്ഛനെന്ന് പറയുന്നവൻ എത്ര വൃത്തികെട്ടവനാണെന്നും അയാൾക്ക് തന്റെ മേലെയുള്ള നോട്ടവും കാര്യവും ഒരിക്കലും ഒരു മകളോടുള്ള രീതിയിലല്ല എന്നൊക്കെ അറിയാവുന്ന ദേവമ്മയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ അവളെ ആകെ തകർത്തു. ഇന്ന് ഇവിടെ നിന്നിറങ്ങുമ്പോൾ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്നുകൂടി വേണം നീ ഇറങ്ങാൻ. മുഖത്തൊരൽപ്പം പോലും അയവ് വരുത്താതെ അവരവളുടെ മുഖത്തു നോക്കി പറഞ്ഞതും പെണ്ണ് പറ്റില്ല എന്ന രീതിയിൽ വിലങ്ങനെ തലയാട്ടി. വിച്ചേട്ടനെ വിട്ടൊരു ജീവിതമോ? പറ്റില്ല തനിക്ക്. അതിലും ഭേദം മരണമാണ്. എല്ലാവരും അറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയാമായിരുന്നു. അതൊക്കെ ഏട്ടൻ നോക്കിക്കോളാമെന്ന് ഉറപ്പും തന്നതാണ്. പക്ഷെ ആളിപ്പോ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് താൻ ഒറ്റയ്ക്ക് ഇതൊക്കെ നേരിട്ടേ പറ്റൂ. ഏട്ടൻ വന്നാൽ പിന്നെ ഏട്ടൻ നോക്കിക്കോളുമല്ലോ. നീ ഒരു തവണയെങ്കിലും മനസ്സിൽ തട്ടിയാണ് എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ ഇവിടെ നിന്നിറങ്ങണം. കാരണം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെയും ഈ വീടിനെയും തീയിട്ട് എല്ലാം തീർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മരിക്കാൻ എനിക്ക് പേടിയുണ്ടായിട്ടല്ല. നിങ്ങളുടെ ഇഷ്ടം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഉപരി നിന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അതിനെ മീറി നീയോ എന്റെ മോനോ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അവനെ തീർത്തിട്ടാണെങ്കിലും സ്വന്തം അഭിമാനം രക്ഷിക്കാനേ അദ്ദേഹം നോക്കുകയുള്ളൂ. വെറുമൊരു വേലക്കാരിക്ക് വേണ്ടി എന്റെ കുഞ്ഞിന്റെ ജീവിതം കളയാൻ എനിക്ക് പറ്റില്ല. ഇനി നീ വേണം തീരുമാനിക്കാൻ, എന്റെയും അവന്റെയും ജീവനാണോ നിനക്ക് വലുത്, അതോ പ്രണയത്തിന്റെ പേരും പറഞ്ഞവനെ കൊലയ്ക്ക് കൊടുക്കാനാണോ നിനക്ക് താല്പര്യമെന്ന്. ഒക്കെ നീ വേണം തീരുമാനിക്കാൻ. നിന്റെ തീരുമാനം പോലെ ഇരിക്കും ഇനി മുതൽ എന്റെയും അവന്റെയും ജീവിതം. അവളെ ആകെ പിടിച്ചുലച്ചുകൊണ്ടുള്ള ദേവമ്മയുടെ സംസാരം കേട്ടതും പെണ്ണ് തളർന്നുകൊണ്ട് നിരത്തിലിരുന്നു പോയി. കുഞ്ഞിങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ ഇറങ്ങുക ഞാനും ഇവളും കൂടി. ഉണ്ട ചോറിന് ഇവള് നന്ദി കാണിച്ചില്ലെങ്കിലും കല്യാണി അത് കാണിക്കും. അവളുടെ കൈത്തുടയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് കല്യാണിയമ്മ രോഷം കൊണ്ടു. ശരിയാ ദേവകുഞ്ഞെ, കുഞ്ഞിങ്ങനെയൊന്നും അപേക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല. നിലമറന്ന് ജീവിച്ചവരോട് പ്രത്യേകിച്ചും. ഇപ്പൊ ഈ നിമിഷം ഇവളെ അമ്മയും കൊണ്ട് ഞങ്ങൾ ഇറങ്ങുക. ഇനി മുതൽ ഇവർ രണ്ടുപേരും എന്റെ കൂടെ ജീവിച്ചാൽ മതി. ജയയുടെ സംസാരം കല്യാണിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തൽക്കാലം അതല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവൾ മിണ്ടാതെ. കുഞ്ഞ് ക്ഷമിക്കണം. ഞങ്ങളുടെ കൊച്ചു കാരണം ഇത്രയൊക്കെ ഉണ്ടായി. ഇനി ഇവളെ ഇവിടെ നിർത്തി കുഞ്ഞിന്റെ കൺവെട്ടത്ത് പോലും ഞങ്ങൾ കൊണ്ടുവരില്ല. അതിന് ഞാൻ ഉറപ്പ്. ശശിധരൻ വല്ലാത്ത ഒരു രീതിയിൽ അവളെ നോക്കിക്കൊണ്ട് ദേവമ്മയോട് പറയുമ്പോൾ അയാളുടെ കണ്ണുകളാകെ അവളിൽ ഉഴറി മഴിയുന്നത് അവൾ കണ്ടു. ആ നേരം മുഖം വെട്ടിച്ചു. ഒരു പരിധിവരെ അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന പോലെയായിരുന്നു അയാളുടെ ആ നേരത്തെ വൃത്തികെട്ട നോട്ടവും സംസാര രീതിയും എല്ലാം തന്നെ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ കഥയുടെ അടുത്ത ഭാഗം കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.